ഹലോ ഗൈസ്, ഇന്നത്തെ സ്പെഷ്യൽ ഒരു ഉള്ളിത്തീയലാണ്. അതിനുവേണ്ടി ഒരു 25 ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യമായ സാധനങ്ങൾ: പച്ചമുളക് 3 എണ്ണം, കറിവേപ്പില ആവശ്യത്തിന്, വറ്റൽമുളക് 3 എണ്ണം, പിന്നെ 3/4 മുറി തേങ്ങ, പിന്നെ 4-5 ചുമന്നുള്ളി സെപ്പറേറ്റ് മാറ്റി വെക്കണം, മല്ലിപ്പൊടി 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി 2 നുള്ള് ഉലുവാപ്പൊടി. പിന്നെ പുളി എടുത്ത് ഒരു നാരങ്ങ വെളുപ്പിലെ പുളി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെക്കുക. പിന്നെ തേങ്ങ എല്ലാം പല വലുപ്പത്തിലായതുകൊണ്ട് അത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. എന്നിട്ട് അത് ക്രഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചീനച്ചട്ടി ഇടുമ്പോഴത്തേക്ക് എല്ലാം ഒരേ ലെവലിലായിക്കോളും. അത് ഒരേ വലിപ്പത്തിലാകുന്നതുകൊണ്ട് നമുക്ക് വഴറ്റിയെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. പല നിറത്തിൽ പല വലിപ്പത്തിലായിരിക്കത്തില്ല അത്. അപ്പം നമുക്ക് നല്ലതായിട്ട് അത് വഴന്ന് വരും. നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഗ്യാസ് കത്തിച്ചതിന് ശേഷം ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചീനച്ചട്ടി ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും വറ്റൽമുളകും ചുമന്നുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അത് നന്നായിട്ട് വഴറ്റി അത് അതിൻ്റെ കളറ് മാറുന്നത് അനുസരിച്ച് തീ കുറച്ച് വെക്കണം. ഫസ്റ്റ് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പിന്നീട് അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ കളർ ആകുമ്പോഴത്തേക്ക് ലോ ഫ്ലെയിമിലേക്ക് വെക്കണം. ലോ ഫ്ലെയിമിൽ വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ പൊടിയെല്ലാം കരിഞ്ഞു പോകും, തേങ്ങയെല്ലാം കരിഞ്ഞു പോകും. ഈ കളർ ആകുമ്പോഴത്തേക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം ചേർത്തെടുത്ത് ഇളക്കിയതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ആ പാത്രത്തിൽ നിന്ന് ചെറു ചൂടോടുകൂടി തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഞാനിവിടെ 3 വറ്റൽമുളകേ ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് അരച്ച് വരുമ്പോഴത്തേക്ക് കളറ് കുറച്ച് കുറവായിരിക്കും. എൻ്റെ എരിവ് കൂടിയ വറ്റൽമുളകായിരുന്നു. അതുകൊണ്ട് ഇനി നമുക്കൊരു ചട്ടി വെച്ചിട്ട് ചട്ടി ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുകിട്ടതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടതിന് ശേഷം കുറച്ച് 2-3 പച്ചമുളക് അവിടെ അരിഞ്ഞ് വെച്ചിരുന്ന ആ പച്ചമുളക് ഇട്ട് ചേർത്ത് കൊടുക്കാം. അത് കഴിയുമ്പം കൊച്ചുള്ളി കഴുകി വെച്ചിരുന്ന കൊച്ചുള്ളി എല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കുക, വഴറ്റി കൊടുക്കുക. കൊച്ചുള്ളി എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി കൊടുത്ത് അതിൻ്റെ ആ ഒരു കളറ് ജസ്റ്റ് അതിൻ്റെ കളറൊന്ന് മാറി വരുമ്പോഴത്തേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം. ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് അത് മൂടി വെച്ച് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുക, ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്ര ഉപ്പേ ചേർക്കുന്നുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് പുളി പിഴിഞ്ഞ് വെച്ചിരുന്ന വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ ആവശ്യമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കാവുന്നതാണ്. എന്നിട്ട് മൂടി വെച്ച് നന്നായിട്ട് തിളപ്പിക്കുക. നന്നായിട്ട് തിളപ്പിച്ച് നല്ലതായിട്ട് തിള വന്ന് കഴിയുമ്പോഴത്തേക്ക് അത് കഴിയുമ്പോഴത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക. അരപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി തിളപ്പിച്ചെടുക്കണം. ഈ സമയത്ത് നമുക്ക് ഉപ്പും പുളിയും എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാം പാകത്തിനുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഉപ്പ് ആവശ്യമെങ്കിലും പുളി ആവശ്യമെങ്കിലും കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. സ്വാദിഷ്ടമായ ഉള്ളിത്തീയൽ റെഡിയായിട്ടുണ്ട്.